കേരളത്തിൽ 10 ലക്ഷത്തിൽ താഴെ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റുന്ന കിടിലൻ കുറച്ച് ബിസിനസ് ഐഡിയകൾ നമുക്കൊന്ന് നോക്കിയാലോ. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടോ? പക്ഷെ വലിയ മുതൽ മുടക്ക് ഒരു പ്രശ്നമാണോ? എങ്കിൽ കേട്ടോളൂ. 10 ലക്ഷത്തിൽ താഴെ മുതൽ മുടക്കി നമ്മുടെ കേരളത്തിൽ തന്നെ തുടങ്ങി വൻ വിജയമാക്കാവുന്ന ചില കിടിലൻ ബിസിനസ് ആശയങ്ങളുണ്ട്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ വിൽക്കാൻ അവസരങ്ങൾ ഒരുപാടുണ്ട്. ആർക്കും ധൈര്യമായി ഒരു കൈ നോക്കാവുന്ന ആ സംരംഭങ്ങൾ എന്തൊക്കെയാണെന്ന് വേഗത്തിൽ നമുക്ക് നോക്കിയാലോ. അതെന്തൊക്കെയാണെന്ന് അറിയാൻ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിസ്റ്റാർട്ട് മാപ്പ്. നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ ഒരു ഉത്തമ വഴികാട്ടി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആദ്യമായിട്ട് നമുക്ക് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിൽ കുറച്ച് ഐഡിയകൾ നോക്കാം. നമ്മുടെ ലിസ്റ്റിൽ ആദ്യ താരം ഫുഡ് പ്രോസസ്സിംഗ് ആണ്. അതിൽ അച്ചാറുകൾ, പിന്നെ ചിപ്സ്, പിന്നെ മസാലപ്പൊടികൾ, ഈ 3 ഐറ്റം നമ്മുടെ നാടൻ രുചികൾക്ക് എവിടെയും ഡിമാൻഡാണ്. നമ്മളെ നാട്ടിലും വിൽക്കാം. അതുപോലെ തന്നെ നല്ല ബ്രാൻഡിങ്, നല്ല കവറ്, പാക്കിങ്ങോടൊക്കെ കൂടെയാണെങ്കിൽ നമുക്കത് പുറം രാജ്യങ്ങളിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതും കൂടിയാണ്. എപ്പോഴും നല്ല നാടൻ തനിമയുള്ള ക്വാളിറ്റി പ്രോഡക്റ്റുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ വൻ ഡിമാൻഡാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ നാട്ടിൽ നിന്ന് തുടങ്ങി അതിൻ്റെ എല്ലാവിധ പോരായ്മകളും പരിഹരിച്ച് നല്ല ബ്രാൻഡിങ് ഒക്കെ ചെയ്തിട്ട് ഭാവിയിൽ ഇതിന് നല്ല ഇമ്പോർട്ടിങ് സാധ്യത കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിൽ വെക്കുക. അപ്പോൾ നമ്മുടെ നാടൻ രുചികൾക്ക് എവിടെയും ഡിമാൻഡാണ്. ചക്കയും മാങ്ങയും പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ഇവിടെ സുലഭമായതുകൊണ്ട് 2 മുതൽ 8 ലക്ഷം രൂപ വരെ നമുക്കൊരു യൂണിറ്റ് തുടങ്ങാമെന്നുള്ളതാണ്. വൃത്തിയും നല്ല പാക്കേജിങ്ങും ഉറപ്പാക്കിയാൽ മാത്രം മതി. FSSAI രജിസ്ട്രേഷൻ നിർബന്ധമാണ്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ. നമ്മുടെ ചുറ്റുപാടുമുള്ള ചക്ക, മാങ്ങ പോലുള്ള വളരെ ചുരുങ്ങിയ വിലയിൽ, കപ്പ പോലുള്ള വളരെ ചുരുങ്ങിയ വിലയിൽ കിട്ടുന്ന അസംസ്കൃത വസ്തുക്കൾ ഇവിടെ നിന്നും കയറ്റുമതി ചെയ്ത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് പല രീതിയിലുള്ള പ്രോഡക്റ്റുകളാക്കി തിരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കൊണ്ടുവന്ന് വലിയ ലാഭത്തിൽ നിന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഇതിനോട് കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആയുർവേദ ഹെർബൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നമുക്ക് നോക്കാം. ഏറ്റവും ഹൈ ഡിമാൻഡുള്ള ആ ഒരു മേഖലയുമായിട്ട് താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്ന മേഖലയാണിത്. കേരളത്തിൻ്റെ പേര് ലോകമെത്തിച്ച ഒന്നാണ് ആയുർവേദം എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ മുത്തശ്ശിമാരും വല്യമ്മമാരും ഒക്കെ മുൻ തലമുറയിലുള്ള ആളുകൾ നമ്മളിലുള്ള പല ആളുകൾക്കും തലമുറകളായി കൈമാറി വന്നിട്ടുള്ള പല കളും അതേപോലെ തന്നെ പൊടിക്കൈകളും കൂട്ടുകളും ഒക്കെ നമ്മളുടെ പല ആളുകളുടെയും കൈകളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ടെക്നിക്കലായിട്ട്, ശാസ്ത്രീയമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല പ്രോഡക്റ്റുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ആയുർവേദ എണ്ണകൾ, നീളത്തിലുള്ള മുടി വളരാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ, താരൻ പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന നല്ല നാടൻ ആയുർവേദ എണ്ണകൾ, വീട്ടിലുണ്ടാക്കിയ എണ്ണകൾ, ഒരുപാട് ആയുർവേദ ഒറ്റമൂലികളൊക്കെ ചേർത്തുണ്ടാക്കിയ എണ്ണകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നല്ല ഡിമാൻഡ് എപ്പോഴും ഉള്ളൊരു പ്രോഡക്റ്റാണ്. അതുപോലെ ഹെർബൽ സോപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ ഫേസ് പാക്കുകൾ, നല്ല സൗന്ദര്യവർദ്ധക ഫേസ് പാക്കുകളൊക്കെ എപ്പോഴും ഡിമാൻഡുള്ള സാധനങ്ങൾ. നല്ല രീതിയിൽ നിങ്ങൾ മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിംഗ് കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നല്ല ക്വാളിറ്റി ബ്രാൻഡ് ചെയ്ത് പാക്ക് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്കറ്റുള്ള പ്രോഡക്റ്റാണ്. അതുപോലെ കെമിക്കൽ ഫ്രീ നാച്ചുറൽ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടും. ഏകദേശം 3 മുതൽ 10 ലക്ഷം രൂപ വരെ നിക്ഷേപത്തിൽ നമുക്ക് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈസൻസോട് ഈ രംഗത്തേക്ക് ഇറങ്ങാം. ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്ക് നമുക്ക് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈസൻസ് നിർബന്ധമാണ്. ഓക്കെ, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്ക് കുറച്ചുകൂടെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസുള്ള പ്രോഡക്റ്റുകൾക്ക് കുറച്ചും കൂടെ മാർക്കറ്റിലെ വാല്യൂ കൂടുമെന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ. നമുക്കറിയാം, കേരളത്തിൽ റബ്ബർ സുലഭമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ. അപ്പോൾ നമുക്ക് റബ്ബർ ഷീറ്റ് സ്വന്തമായിട്ട് റബ്ബർ തോട്ടങ്ങളുള്ള ആളുകളോ അതല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്ത് റബ്ബർ തോട്ടങ്ങളുള്ള ആളുകളിൽ നിന്നോ ശേഖരിച്ച് റബ്ബർ ഷീറ്റ് വിൽക്കുന്നതിനേക്കാൾ ലാഭമാണ് അതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക്. അതായത് റബ്ബർ ബാൻഡ്, ചവിട്ടി, ഫ്ലോർ മാറ്റുകൾ എന്നിവ കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ നിർമ്മിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ്. 5 മുതൽ 10 ലക്ഷം രൂപ വരെ ഉള്ള നിക്ഷേപത്തിൽ ഒരു ചെറിയ യൂണിറ്റ് ഇതിലും തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുമെന്നത് വലിയൊരു പ്ലസ് പോയിൻ്റാണ് ഈ ബിസിനസ്സുകൾക്കൊക്കെ. ഓക്കെ, അതുപോലെ നമുക്ക് ടെക്സ്റ്റൈൽ ഗാർമെൻറ്റ് നിർമ്മാണം. നമ്മളിടുന്ന വസ്ത്രങ്ങളിൽ ഭൂരിഭാഗം വരുന്നത് പുറത്തു നിന്നാണ്. ഭൂരിഭാഗവും ഈ വലിയ മാർക്കറ്റ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. കുട്ടികളുടെ ഉടുപ്പുകൾ, നൈറ്റുകൾ, തുണിസഞ്ചികൾ എന്നിവയെല്ലാം കുറഞ്ഞ മുതൽ മുടക്കിൽ തയ്ക്കാം. 3 മുതൽ 8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കുറച്ച് തയ്യൽ മെഷീനുകളുമായി ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങാം. സ്വന്തം ബ്രാൻഡായോ മറ്റ് ബ്രാൻഡുകൾക്ക് വേണ്ടിയോ നമുക്കിത് തയ്ച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് അസംബ്ലി. ഇത് ടെക്നോളജിയുടെ കാലമാണ്, എല്ലാവർക്കും അറിയാം. LED ബൾബുകൾ, എമർജൻസി ലാമ്പുകൾ, ചാർജറുകൾ എന്നിവയുടെ ഭാഗങ്ങൾ വാങ്ങി ഇവിടെ വെച്ച് അസംബിൾ ചെയ്ത് സ്വന്തം ബ്രാൻഡിൽ വിൽക്കാം. ഏകദേശം 4 മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ഇതിന് വേണ്ടി വരുന്ന മുതൽ മുടക്ക്. ഏറ്റവും കൂടുതൽ ഹൈലി ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രോഡക്റ്റുകൾ. LED ബൾബുകൾ, എമർജൻസി ലാമ്പുകൾ, ചാർജർ, ഈ 3 സാധനവും നല്ല ഹൈ ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളാണ് എപ്പോഴും മാർക്കറ്റിൽ. അപ്പോൾ അതിൻ്റെ പാർട്സുകൾ നമുക്ക് ബൾക്കായിട്ട് വാങ്ങി
മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് നമുക്കത് അസംബിൾ ചെയ്ത് നമ്മളുടെ ഓൺ ബ്രാൻഡിൽ നമുക്ക് എന്താക്കാവുന്നതാണ്, വിൽക്കാവുന്നതാണ്. ഇതിന് വേണ്ടി വരുന്ന മുതൽ മുടക്ക് സർക്കാർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് ലോൺ പോലുള്ള സഹായങ്ങൾ കിട്ടാൻ എളുപ്പമാണ് ഇങ്ങനെയുള്ള പദ്ധതികൾക്കൊക്കെ. അടുത്തത് നമുക്ക് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ, എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സുകൾ കുറച്ച് പരിശോധിക്കാം. പ്ലാസ്റ്റിക് നിരോധനം കാരണം പേപ്പർ ബാഗുകൾ, തുണിസഞ്ചികൾ, പാളപ്ലേറ്റുകൾ തുടങ്ങിയവർക്ക് വൻ ഡിമാൻഡാണ്. 2 മുതൽ 6 ലക്ഷം രൂപയുടെ ഉള്ളിൽ ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി പറ്റും. സൂപ്പർ മാർക്കറ്റുകൾ, ഹോട്ടലുകൾ, കടകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം സ്ഥിരമായി ഓർഡർ കിട്ടാൻ പറ്റും. നമ്മൾ അടുത്തല്ല, നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്ത് പോയി ഓർഡർ എടുക്കാനും സപ്ലൈ ചെയ്യാനും പറ്റുന്ന ലൊക്കേഷനുള്ളിലുള്ള ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്, ഹോട്ടൽ, കടകളിൽ നിന്നൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഓർഡർ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ നാട്ടുകാർക്ക് തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യും, പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് അവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ഇത് വെറും ഒരു ബിസിനസ് മാത്രമല്ല, നാടിനോടുള്ള ഒരു നല്ല കാര്യം കൂടെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ആശയങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായോ? കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഇതിൽ ഓരോ പ്രോഡക്റ്റുകളെയും കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ്, അതിൻ്റെ മെഷീനറീസ്, എത്ര കോസ്റ്റ് വരും, എവിടെ കിട്ടും, ഏത് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടും, അതിനാവശ്യമുള്ള റോ മെറ്റീരിയൽ എവിടെ കിട്ടും, ഇത് എവിടെ വിൽക്കാൻ വേണ്ടി പറ്റും, എത്രയാണ് ഇതിൽ ഓരോന്നിൻ്റെ മാർക്കറ്റ് വാല്യൂ, ഇതിനൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഡിസ്റ്റാർട്ട് മാപ്പ് എന്ന ഈ ചാനലിൽ ഈ വരും ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ് ആശയങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. ബിസിനസ് തുടങ്ങുക എന്നതൊരു യാത്രയാണ്. പണം മാത്രമല്ല, നിങ്ങളുടെ അധ്വാനവും അതിനാവശ്യമാണ്. ഓർക്കുക, ഏതൊരു വലിയ വിജയവും തുടങ്ങുന്നത് ചെറിയൊരു കാൽവെപ്പിൽ നിന്നാണ്. നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ഇന്നാകട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ നല്ലൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോയുടെ ഭാഗമായി നാളെ നമ്മുടെ ചാനലിൽ എങ്ങനെ നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം, ഫൈനലൈസ് ചെയ്യാം എന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ നാളെ സർപ്രൈസ് ആയിട്ട് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.